ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ അനി ആകെ വിഷമത്തിലാണ്. നന്ദുവിനെ കാണാനും സംസാരിക്കാനും ഒന്നും കഴിയാത്തതിനാൽ അതിനെപ്പറ്റി കൂട്ടുകാരനോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒന്ന് അവളെ ഫോൺ വിളിക്ക്, ഞാൻ വിളിച്ചാൽ അവൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ കാരണം ഞാൻ വിളിച്ചാൽ കൂടി അവൾ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയും പോലീസുകാരെയുമാണ്. അവർ റോഡിൽ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MLAയുടെ അനിയൻ്റെ മോനെയൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സമയം രാകേഷ് വിളിക്കുന്നുണ്ട്. നന്ദു ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ചെക്കിങ്ങിലാണ് ഉള്ളത്. അപ്പോഴേക്കും രാകേഷിൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി അനി വിളിക്കുന്നുണ്ട്. അനിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നന്ദു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് അനിക്ക് വല്ലാത്ത വിഷമവും നിരാശയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. രാകേഷ് പറയുന്നുണ്ട്, അവൾ തിരക്കിലായിരിക്കുമേടാ, അതുകൊണ്ടായിരിക്കും. അപ്പോഴേക്കും മറ്റേ കൂട്ടുകാരനും കള്ളൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട്. ഏതായാലും അവരുടെ സമ്മതമൊന്നുമില്ലാതെ ഒരു പെഗ് വെള്ളം ചേർക്കാതെ അങ്ങ് കുടിക്കുകയാണ് നമ്മുടെ ആനി. കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണിയാടാ കാണിച്ചത്, വെള്ളം ചേർക്കാതെയാണോ കുടിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അനി അവിടുന്ന് പോകാൻ നോക്കുന്നുണ്ട്. എടാ, നീ ഇപ്പോൾ ഈ അവസ്ഥയിൽ വീട്ടിലേക്ക് പോയാൽ അവരറിയുമെന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരൻ പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, എല്ലാവരും അറിയട്ടെ, ദാമ്പത്യ ജീവിതം തകർന്നതിനാൽ കുടിക്കുന്നു എന്ന് കരുതിയെങ്കിലും ആ അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അവർ തടഞ്ഞിട്ട് നിൽക്കാതെ അനി ബൈക്ക് എടുത്ത് പോകുന്നുണ്ട്. നന്ദു ചെക്കിങ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് അനി പോകുന്നത്. അതിലിടയ്ക്ക് ഒരു യാത്രക്കാരൻ പറയുന്നുണ്ട്, നിങ്ങൾ ആ വഴിക്ക് പോകണ്ട, അവിടെ ചെക്കിങ് ഉണ്ട് എന്ന് പറയുമ്പോൾ എവിടെയാ ചെക്കിങ് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അനി അയാൾക്ക് ഒരു താങ്ക്സും കൊടുത്ത് ആ വഴിക്ക് തന്നെ പോകുന്നത് കണ്ട് അന്തം വിട്ട് നോക്കുന്നുണ്ട് ആ യാത്രക്കാരൻ. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. ആ MLAയുടെ മോനെ ചെക്കിങ് ചെയ്യുകയാണ്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഇവിടെ എല്ലാവർക്കും ഒരേ നീതിയാണ്, അവിടെ MLAയുടെ മോനാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ പയ്യൻ പറയുന്നുണ്ട്, ഞാൻ കുടിച്ചിട്ടില്ല മേഡം എന്നൊക്കെ. അപ്പോൾ നന്ദു സമ്മതിക്കുന്നില്ല, ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ASI ചെക്ക് ചെയ്യുന്നുണ്ട്. അയാൾ കുടിച്ചിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ട്. അപ്പം പോലീസുകാർ അനിയെ തടയുന്നുണ്ട്. അങ്ങനെ അനി തലയിൽ നിന്ന് ഹെൽമെറ്റൊക്കെ എടുക്കുന്നുണ്ട്. അനിയാണെന്ന് മനസ്സിലായത് നന്ദു പറയുന്നുണ്ട്, ശരി, നീ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് അനി ചോദിക്കുന്നുണ്ട്, എന്താ മേഡം എന്നെ ചെക്ക് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദു ASIയോട് പറയുന്നുണ്ട്, അവൻ കുടിക്കുകയൊന്നുമില്ല. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ കുടിച്ചിട്ടുണ്ട് മേഡം, വെള്ളം ചേർക്കാതെയാണ് കുടിച്ചത്. അത് കേട്ട് നന്ദുവിനാകെ ദേഷ്യം പിടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവനെ അവിടുന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കണ്ടിട്ട് നന്ദുവിന് ദേഷ്യം പിടിക്കുന്നുണ്ട്. അത് കേട്ട് MLAയുടെ മോനും ചോദിക്കുന്നുണ്ട്, അതെന്താ മേഡം അവനെ ചെക്ക് ചെയ്യാതെ വിടുന്നത്, ഇവിടെ എല്ലാവർക്കും ഒരേ നിയമമാണെന്നല്ലേ പറഞ്ഞത്, അവൻ കുടിച്ചിട്ടുണ്ട് എന്നും പറയുന്നു, എന്നിട്ടും ചെക്ക് ചെയ്യാതെ വിടുകയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ വേറെ വഴിയില്ലാതെ അനിയെ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തപ്പോൾ അനി കുടിച്ചിട്ടുണ്ട് എന്ന് തെളിയുന്നുണ്ട്. ASI ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ട മേഡം എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ, അതിൽ നിന്ന് ഇവനെ ഒഴിവാക്കാനൊന്നും ആകില്ല. വലിയൊരു മനുഷ്യൻ്റെ കൊച്ചുമോന, അദ്ദേഹത്തെ നാണം കെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കുകയാ. അന്നേരം അനി പറയുകയാണ്, ജീവിതം തന്നെ ഏതാണ്ട് പോയി കിടക്കുകയാ സാറേ, പിന്നെ ഇനി എന്ത് നോക്കാനാ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, മതി പോയി വണ്ടിയിൽ കയറി. അപ്പോൾ അനി താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറുന്നുണ്ട്. അനി ആഗ്രഹിച്ചതും അതുതന്നെയാണല്ലോ. അങ്ങനെ അവർ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അനി ചിരിയോട് ചിരിയാണ്. എന്താ നീ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നന്ദു. അപ്പോൾ അനി പറയുന്നുണ്ട്, കരയാൻ തോന്നാത്തത് കണ്ടാണ് ചിരിക്കുന്നത്. അന്നേരം നന്ദു പറയുന്നുണ്ട്, നിന്നെ കരയിപ്പിക്കാനൊക്കെ എനിക്കറിയാമെന്ന്. അത് കേട്ട് അനി പറയുന്നുണ്ട്, പോലീസുകാർ വിചാരിച്ചാൽ ഏത് മനുഷ്യരെയും കരയിപ്പിക്കാൻ പറ്റും മേഡം, കരയാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാനും നിൽക്കുന്നത്. നന്ദു ദേഷ്യത്തിൽ എന്നിട്ട് വിളിക്കുന്നുണ്ട്, വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് അവനെ വിളിച്ച് പോകുന്നുണ്ട്. പിന്നെ അനി ASIയോട് ഒരു പേപ്പർ ഉണ്ടാകുമോ സാറേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാറ് പറയും, പേപ്പറൊക്കെ ഇനി രാവിലെയല്ലേ വരികത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ പഴയ പേപ്പറാണ് ചോദിച്ചത്, ലോക്കപ്പിലിട്ടാൽ അവിടെ വിരിച്ച് കിടക്കാമല്ലോ. അപ്പോൾ ASI ചോദിക്കുന്നുണ്ട്, എന്താ മേഡം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കണം, അല്ലാതെ ഈ കുടിയനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ.
അയ്യോ ഒരിക്കലും പാടില്ല, അങ്ങനെ വിട്ടാലും ഞാൻ പോകത്തില്ല എന്ന് പറയുന്നുണ്ട് അനി. ASI പറയുന്നുണ്ട് ഇനി ഇപ്പോൾ ഫൈൻ എടുത്ത് വിടുന്നതല്ലേ മാഡം നല്ലത് എന്ന് ചോദിക്കുമ്പോൾ നന്ദ് പറയുന്നുണ്ട് എന്തിനാണ് ഇയാൾക്ക് മാത്രം അങ്ങനെ ഒരു സൗജന്യം? ഒരു വലിയ മനുഷ്യൻ്റെ കൊച്ചുമോനാ, മൂർത്തീസ് ജ്വല്ലറിയുടെ 3 ബ്രാഞ്ചിൻ്റെ GM. അത് കേട്ട് ASI അടുത്തുള്ള പോലീസുകാരനോട് ഇങ്ങനെ മന്ത്രിക്കുന്നുണ്ട്. ഓ അവനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അറിയാം. അത് കേട്ട് നന്ദ് പറയുന്നുണ്ട് അറിയാം, എൻ്റെ 2 ചേച്ചിമാരെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് ആ വീട്ടിലേക്കാണ്. പിന്നെ അവിടുത്തെ A to Z കാര്യങ്ങൾ എനിക്കറിയാൻ കഴിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ താൻ എന്തിനാ ഇവിടെ കാതിൽ രഹസ്യമായിട്ട് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അനിയെയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് നന്ദ് ചോദിക്കുന്നുണ്ട് അനി എങ്ങോട്ടാണ് നിൻ്റെ പോക്ക്? അപ്പോൾ അനി പറയുന്നുണ്ട് നിൻ്റെ പിന്നാലെ തന്നെ. എന്നിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ ജോലിക്ക് തടസ്സം നിൽക്കുകയാണെങ്കിൽ എൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നാൽ നിന്നെ ഞാൻ പൂട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അനി പറയുന്നുണ്ട് പൂട്ടിക്കോ, നീ എന്നെ ജയിലിൽ അടച്ചോ, അങ്ങനെയെങ്കിലും ആ അനാമിയെ കാണാതിരിക്കാമല്ലോ. എൻ്റെ ഭാവി നന്നാകുന്നതും ചീത്തയാകുന്നതും നിൻ്റെ കയ്യിലാണ്. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ അനി ഓരോന്നും പറയുന്നുണ്ട്. ഏതായാലും അനിയെ ലോക്കപ്പിലൊന്നും ഇടുന്നില്ല. ASIയോട് പറഞ്ഞിട്ട് അവനെ പുറത്തിരുത്തുന്നുണ്ട്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആദർശിനെയും നയനിയെയും ഫോൺ വിളിക്കുന്നുണ്ട്. സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആദർശ് നയനിയും ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അവർ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. നന്ദു കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട്. അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവൻ മനഃപൂർവ്വം എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ എന്ന് പറയുന്നുണ്ട്. അവൻ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ അവനെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ദേഷ്യമാണ് അവന് കാട്ടിക്കൂട്ടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക ആദർശേട്ട എന്ന് ചോദിക്കുന്നുണ്ട് നയന. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതിപ്പോൾ എന്നോടാണോ ചോദിക്കുന്നത്? നിങ്ങൾ ചേച്ചിമാർ നന്ദുവും കൂടി അവൻ്റെ ജീവിതം തുലച്ചത്. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നന്ദ് പറയുന്നുണ്ട് ഈ സ്റ്റേഷനിൽ എനിക്കൊരു വിലയുണ്ട്, അത് അനി കാരണം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.